ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ്. അതിൽ ഞങ്ങളുടെ ഡിന്നറും ലഞ്ചും എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല ഞാൻ കാണിക്കുന്നത്. അതായത് ഈ വീഡിയോയിൽ ഞാൻ തേഴ്സ്ഡേ നൈറ്റിലെ ഡിന്നറും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോയമ്പിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് നോയമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും നോയമ്പ് തുറ ഐറ്റംസായിട്ട് ഓരോ കടകളിലും എങ്ങനെയാണ് ഏതിൻ്റെ സ്പെഷ്യലാണ് അവർ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങളിവിടെ പൊതുവേ ഗ്രിൽ ഐറ്റത്തിനോടാണ് ഞങ്ങൾ പ്രിയം. അതുകൊണ്ട് ഈ തേഴ്സ്ഡേ നൈറ്റിൽ മിക്കവാറും തന്നെ ഗ്രില്ലാണ് ഞങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ നൂൻ ആൻഡ് കബാബ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് നമുക്കിവിടെ. അപ്പോൾ അവിടുന്ന് എടുത്ത കുറച്ച് സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇപ്പം ഇവിടെ നോയമ്പ് എല്ലാവരും അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഇവിടെ നോയമ്പൊക്കെ എടുക്കും. വേണ്ടിയവർക്കൊക്കെ എടുക്കാം. നോയമ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഒന്ന് എല്ലാം ഒന്ന് ക്രമീകരിച്ച് വരുത്താനും കൂടെ വേണ്ടിയിട്ട് ആൾക്കാർ ഫാസ്റ്റിംഗ് എടുക്കുന്നവരിവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നോയമ്പൊന്നും ഇല്ലെങ്കിലും നോയമ്പ് തുറയ്ക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും നമ്മളും ഉൾപ്പെടെ എല്ലാവരും സാധനങ്ങൾ മേടിക്കും. മോസ്റ്റ്ലി നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം മേടിക്കാറുണ്ട്. അപ്പോൾ തേഴ്സ്ഡേ നൈറ്റ് എന്തായാലും ഞങ്ങൾ എല്ലാവരും തന്നെ പുറത്തുനിന്നാണ് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഗ്രില്ല് വാങ്ങിച്ചത് ഞാനൊന്ന് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സമൂസ, നമ്മുടെ ചിക്കൻ സമൂസ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തിനകത്ത്. പിന്നെ നൂൻ ആൻഡ് കബാബ് എന്ന് പറയുന്ന ഷോപ്പുകാരുടെ മിക്സഡ് പ്ലാറ്റർ എന്ന് പറയുന്ന ഒരിതുണ്ട്. അതിനകത്ത് എല്ലാം വരും കേട്ടോ. പലതരത്തിലെ കബാബ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കീമ ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്ന കബാബും അല്ലാത്ത കബാബുകളും എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന ഒരു പ്ലാറ്റർ തരും അവർ. അതിനകത്ത് ഒനിയനും തക്കാളിയൊക്കെ കാണും. പിന്നെ നമ്മുടെ സ്വന്തം പഴംപൊരി ഏതായാലും നമ്മൾ മറന്നിട്ടൊന്നുമില്ല, അതും മേടിച്ചിട്ടുണ്ട്. അതും നല്ലതാണ്. നല്ല പഴുത്ത ഏത്തക്കായും കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടതിന്. പിന്നെ എന്തുവാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടിക്ക റോള്, അത് മേടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. പിന്നെ കൂട്ടത്തിൽ നമുക്ക് തരുന്ന ബ്രെഡ് അതും തന്നിട്ടുണ്ട് അവർ. പിന്നെ ഇവർ കസ്റ്റേർഡ് 2 കപ്പ് കസ്റ്റേർഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നോയമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് ഡേറ്റ്സ് ഉണ്ട്. പിന്നെ ടിക്ക റോളിന് കൂട്ടത്തിൽ അവർ തരുന്നത് ഒരു കുക്കുംബറും ക്യാരറ്റും റാഡിഷും എല്ലാം കൂടെ ഇട്ട് ഇവിടുത്തെ ഒരു അറബ് സ്റ്റൈലിലുള്ള ഒരു ഒരു പിക്കിളുണ്ട്. അതും അവരൊരു ചെറിയ ഡപ്പയിൽ നമുക്ക് തരും. ഇത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ തരുന്നത്. എന്നാലും ഞാനൊന്ന് കാണിക്കുമായിരുന്നു നോയമ്പ് തുറ സമയത്ത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നല്ലൊരു റിച്ച് സാലഡ്, കുക്കുംബറും തക്കാളിയും ഒലിവ് ഓയിലും നാരങ്ങായും ഒക്കെ ഇട്ട് നല്ലൊരു സാലഡ് അവർ തന്നിട്ടുണ്ട്. പിന്നെ ബറക്കത്തിൻ്റെ നല്ലൊരു ഓറഞ്ച് ജ്യൂസ്, നല്ല ഓറഞ്ച് ജ്യൂസാണ് അവരുടേത്. പിന്നെ അധികം നേരമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പം തന്നെ അങ്ങ് കുടിച്ച് തീർത്തേക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞങ്ങളുടെ തേഴ്സ്ഡേ നൈറ്റിലെ ഡിന്നറാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനിയും കാണിക്കാൻ പോണത് നമ്മുടെ ഫ്രൈഡേ മോർണിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നൈറ്റിലെ ഡിന്നർ ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ. പിസ്സയാണ് വാങ്ങിച്ചത്. ഇടയ്ക്കത്തെ കുറച്ച് വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി, എടുത്തിരുന്നു പക്ഷേ കിട്ടിയില്ല. ഇബൻ ബത്തുത്ത മോളാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളുള്ളത്. അതിനകത്ത് അതിൻ്റെ നടുക്കുള്ള കുറച്ചൊരു കാഴ്ച മാത്രം ഞാനൊന്ന് കാണിച്ചു തരികയാണ്. കൂടുതലായിട്ടൊന്നും ബത്തുത്തയൊന്നും കവറൊന്നും ഞാൻ ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. പിന്നെ ഷോപ്പിംഗ് മോളിൽ കയറിയത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ കുറച്ച് 3-4 സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്തു. എനിക്കുള്ളൊരു ടോപ്പും പിന്നെ റയാന് വേണ്ടി 1-2 ടീഷർട്ട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് മേടിച്ചു. ഇനി ഞാൻ കാണിക്കുന്നത് സാറ്റർഡേ ഉച്ചക്കത്തെ ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് റോബി ഇത് സാലഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കയറി സാലഡ് ഉണ്ടാക്കി. നല്ലൊരു സാലഡ്, അതായത് തക്കാളിയുണ്ട് 2-3 നല്ല പഴുത്ത തക്കാളിക്ക, കുറച്ച് സവോള, പിന്നെ നാരങ്ങ 1-2 പിഴിഞ്ഞുകൊള്ളുക, കുഴപ്പമില്ല, നല്ല ഒലിവ് ഓയിൽ അതും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇടുക. പാസ്ലിയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കി 3 ഐറ്റംസും ഇടുക. ഇത് നമ്മൾ നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ദേഹത്തിലെ ഫാറ്റൊക്കെ പൊക്കോളും. ഈ നാരങ്ങ നീരും ഒലിവ് ഓയിലും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. തന്നെയല്ല നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ് ഈ ഒരു സാലഡ്. പിന്നെ ഞാനുണ്ടാക്കിയ പരിപ്പ് കറിയുണ്ട്, പാലക്കിൻ്റെ ഒരു തോരനുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ, ഇതെല്ലാം കൂടി ആയിട്ടാണ് ഈ വീഡിയോ പോണത്.
അപ്പോൾ ഈ പാലക്കിൻ്റെ കറിയും പരിപ്പ് കറിയും ഈ പാലക്കിൻ്റെ തോരനും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു പരിപ്പ് കറിയാണ് ഞാൻ വെച്ചത്. അതുകൊണ്ട് റോബിക്ക് ബസ്മതി റൈസ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബസ്മതി റൈസാണ് റോബിക്ക് കൊടുക്കുന്നത്. റോബി എല്ലാവർക്കും വിളമ്പാണ്. അപ്പം സാലഡ് റയാന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവന് ഇച്ചിരി കൂടുതൽ സാലഡൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ 2 റെസിപ്പി ഞാൻ പിന്നെ ഇടാമേ. നല്ല 2 റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്യണം. ലോക്ക്ഡൗണിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ. പിന്നെ മീൻ വറുത്തത്, അച്ചാറ് ഇവിടെ ഇരിക്കുകയാണോ? ഒന്ന് അത് 2 കറികളും എന്തുവാന്ന് കൂട്ടിയേച്ച് പറയണം കേട്ടോ. അതിനെ പറയട്ടെ. റയാനോട് TV നിർത്താൻ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ റയാൻ ഇരിക്കുക. അപ്പം നമുക്ക് ഡാഡിയോട് ചോദിക്കാം. എന്തോ കറിയാ അത് ഡാഡി? പരിപ്പ്, തക്കാളി, പാലക്കുണ്ടോ? മുരിങ്ങയ്ക്കല്ല, മുരിങ്ങയിലല്ല, പാലക്ക്. മുരിങ്ങയില നമ്മൾ വെക്കും അങ്ങനെ തന്നെ. കൊള്ളത്തില്ലേ? കൊള്ളാം അല്ലേ? തോരനും കൂടെ നോക്കിക്കുക എന്തുവാന്ന് പറ. ഇവിടെ മുരിങ്ങയില ഇല്ല. മുരിങ്ങയിലയുടെ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അതിന് പാലക്കും മുട്ടയും മാത്രമേ ഉള്ളൂ. കറക്റ്റ്. മുരിങ്ങയിലയും പാലക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ വരും അല്ലേ? സംഭവം കൊള്ളത്തില്ലേ? അങ്ങനെയുണ്ട്. ഞാൻ അപ്പം ബസ്മതി റൈസിന് പരിപ്പ് കറിയാണ് നല്ലത്. എന്താ ഞാനത് വെച്ചത്. മെയിൻ നമ്മുടെ കാളാഞ്ചി തന്നെയാണ്. നിനക്ക് ബസുമതി ഇഷ്ടമല്ലല്ലോ. ഞാൻ ഇപ്പം അടുത്ത പ്രശ്നം തുടങ്ങി. TV-യുടെ പ്രശ്നം കഴിഞ്ഞു. ഞങ്ങൾക്ക് ബസ്മതി റൈസ് മതിയായിരുന്നു ഉച്ചയ്ക്ക്. അതിൻ്റെ ദേഷ്യത്തിലാണ് ഇനി അടുത്ത്. TV-യുടെ ദേഷ്യം കഴിഞ്ഞു. ഇനി ബസ്മതി റൈസ് കിട്ടിയില്ലെന്നുള്ള ദേഷ്യമാണ്. ഇപ്പം റോബിക്ക് ബസ്മതി റൈസ്, എനിക്ക് വലിയ താല്പര്യമില്ല ഉച്ചയ്ക്ക് ബസ്മതി റൈസ് കൂട്ടി ഉണ്ണാനായിട്ട്. ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെ ഓക്കെ, പക്ഷേങ്കിൽ ഇതിന് വലിയ താല്പര്യമില്ല ഇങ്ങനെ ചോറും കറിക്കുമായിട്ട് നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ണുമ്പോൾ. ഇന്നത്തെ പക്ഷേ ഫുഡ് എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യനും ഏതാ മെഡിറ്ററേനിയനോ അതോ കോണ്ടിനെൻ്റലോ ഏതാ മെഡിറ്ററേനിയൻ, അതും എല്ലാം കൂടെ മിക്സായി ഇന്ന് നമ്മുടെ ഊണ്. ഇന്ന് പേടിക്കണ്ട, വൈകുന്നേരം റയാൻ്റെ പരാതികളൊക്കെ തീർത്ത് തരാം കേട്ടോ. ഓക്കെ? തോന്നണം. ഓക്കെ. അപ്പം ഞങ്ങൾ ഇനിയും കഴിക്കട്ടെ. ഓക്കെ. ഒരു സ്മൈലി ഫേസ് വെക്കാം പറയാനേ. അത് സാരമില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് എന്തായാലും. ഡാഡിയുടെ അതിനകത്ത് പോയി വാരി ഉണ്ടോ? വയ്ക്കോ, അങ്ങോട്ട് എനിക്ക് വന്ന് വാരി ഉണ്ണു. അതവിടെ വെച്ചേര്. അതല്ല, അത് വാരി ഉണ്ട്. മസാല ഫ്രൈഡ് കാളാഞ്ചി ഇഷ്ടപ്പെട്ടല്ലേ? അത് ഞാൻ ബാക്കി ഇരുന്നത് അങ്ങ് വറക്കുമായിരുന്നു. പണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ ഇപ്പം ഇഷ്ടപ്പെട്ടു വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടാപ്പി നമ്മുടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പുള്ളി തന്നെ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു അല്ലേ കുട്ടാപ്പി? എഴുന്നേറ്റ് പാസിഫയറും ഒക്കെ വെച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മേശയിൽ തന്നെ കളിക്കുക കുട്ടി. മാറ്റി നമുക്ക് ഇത് വേണ്ട, അത് വേണ്ടേ, അത് വെക്കണ്ടേ, അത് മതിയെന്നേ. ഓ എനിക്ക് വായ തന്നെ വെച്ചോ. ഹായ്, ഒരു ഹായ് കൊടുത്തേര്. ഹായ്. നമുക്ക് ചോറുണ്ണുണ്ടോ ഇനിയും? മമ്മി ഇനി എപ്പോൾ ഉണ്ണും? കുറ്റാപ്പിക്ക് തന്നിച്ച് പറഞ്ഞു ഉണ്ണ. ഓക്കെ. ഇനി സാറ്റർഡേ ഡിന്നറാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വൈകുന്നേരം പുറത്തിറങ്ങി ഫെസ്റ്റിവൽ പ്ലാസയിൽ പറയുന്നൊരു ഷോപ്പിംഗ് സെൻറ്ററുണ്ട്. അവിടെ കയറി അവിടെ പെപ്പർ മില്ലെന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡ് വെജിറ്റബിൾ പുലാവ്, വീറ്റ് പൊറാത്ത,
ഇതെന്തുവായിരുന്നു? ഗോഷ്, റോഗൻ ഗോഷ്, മട്ടൻ റോഗൻ ഗോഷ്. പിന്നെ ഇതെന്തുവായിരുന്നു ഡാഡി? ഫിഷിൻ്റെ ഫിഷ് എന്തുവായിരുന്നു? പോണ്ടിച്ചേരി ഫിഷ് കറി. പോണ്ടിച്ചേരി ഫിഷ് കറി. അടിപൊളി സാധനം അത്. പോണ്ടിച്ചേരി ഫിഷ് കറി. ഈ പോണ്ടിച്ചേരി ഫിഷ് കറിക്കകത്ത് ഇവർ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവർ. എന്നാൽ നമ്മൾ മടുക്കത്തുമില്ല. അത്യാവശ്യത്തിന് നല്ല പുളിയും അവർ ചേർത്തിട്ടുണ്ട്. നല്ലതാണ് റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ. ഏത് റൈസിൻ്റെ കൂട്ടത്തിൽ, പുലാവായാലും ബസ്മതി ആയാലും നമ്മുടെ പ്ലെയിൻ റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അത്. അങ്ങനെ ഈ ഒരു ഫുഡോടുകൂടി ഈ 2 ദിവസത്തെ വ്ളോഗിൻ്റെ വീഡിയോ ഞാനങ്ങ് നിർത്തുകയാണ്. അപ്പോഴിനിയും പുതിയൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.